ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ സ്നാക്ക് തന്നെയാണ് ഇന്നും തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവണൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ള ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ എല്ലാം അതും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് 100 ml വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റേഷ്യോ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളായിട്ടുള്ള ഇതെടുക്കാം, മെഷർമെൻറ്റ്സിലെടുക്കാം. അപ്പോൾ മൈദ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മാവ് നല്ലോണം കുഴച്ചെടുക്കണം. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലോണം സ്മൂത്ത് ആവുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക, അത് മസ്റ്റാണ്. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് കുഴച്ചെടുക്കുകയാണ്. സാധാരണ നമ്മളിതുപോലെ മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും. നമ്മളിത് ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് ബാക്കി പോർഷൻ നമുക്ക് അടച്ച് വയ്ക്കാം. സാധാരണ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ ഒരു മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റ് ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര കട്ടിയിൽ നമുക്ക് ഈ ഒരു ഇത് വേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് അധികം കട്ടിയും പാടില്ല, എന്നാൽ ഭയങ്കര തിന്നാവാനും പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊരു തിക്നെസ് കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ് മതി. ഭയങ്കരമായിട്ട് കട്ടിയായാലും നമ്മുടെ ആ ഒരു ഇത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കുബൂസിൻ്റെ അത്രയും കട്ടി വേണ്ട, എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കനം കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് കുറച്ച് വലുതന്നെ എടുക്കുക കേട്ടോ. ഇതുപോലെ വലുതന്നെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇത് ബെസ്റ്റ് ഇത് കട്ട് ചെയ്യലും, അത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യലും അപ്പം തന്നെ ചുട്ടെടുക്കലും കൂടിയാട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കുമ്പം അപ്പം തന്നെ നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ചേർത്തിട്ട് ചുട്ടെടുക്കാൻ നേരം എല്ലാം റെഡിയാക്കിയ ശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പരത്തിയിട്ടാണ് നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത പാടത്തിൻ്റെ നേരെ പാനിലോട്ട്, ചൂടുള്ള പാനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പരത്തുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പൊടി ചേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള പാനിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു വശം തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പം ഹാർഡായി പോവും. അപ്പോൾ ഒരു വശം ഒരുപാട് നേരം കുക്ക് ചെയ്യാണ്ട് ഇതുപോലെ ബബിൾസ് ഇങ്ങനെ മുകളിൽ വരുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് അപ്പുറത്തെ ഭാഗത്ത് അധികം ഗോൾഡൻ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം ഒരു വശം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഹാർഡായി പോവും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡ് അധികം സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ 3 തവണയാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പൊങ്ങി വന്നിട്ടില്ല എന്നാണെങ്കിൽ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി സ്പാറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു വശം ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 3 തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലോട്ട് അടച്ച് വെക്കുക കേട്ടോ. അത് തുറന്ന് വെക്കരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് നേരം അവിടെ ചൂടോട് കൂടി തന്നെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാനുള്ള ബ്രെഡ് റെഡിയായി. ഭയങ്കര സിമ്പിളല്ലേ. കാരണം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമേ എടുക്കുന്നുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് സ്നാക്സ് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ചുട്ടെടുക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരത്തലും ചുടലും ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്കിതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മാത്രം ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഒരുപാട് ചിക്കനൊന്നും ആവശ്യമില്ല. എന്നിട്ട് ചിക്കൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്യുക. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്യുക, ചെറിയ പീസാക്കിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക, ഭയങ്കര തിക്നെസ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ചിക്കൻ്റെ ഈ ബ്രസ്റ്റ് പീസൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് നമുക്ക് ചിക്കന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ നൂഡിൽസിൻ്റെ പോലെ നല്ല തിന്നാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനത് മുമ്പ് ഏതൊക്കെയോ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് സോയ് സോസ് 1 ടീസ്പൂണോളം, പിന്നെ ഇത് ചിക്കൻ ചില്ലി മസാല കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് അത് ഇല്ലയെന്നാണെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വേവട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ ക്യാരറ്റ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് എന്താ പറയുക, നൂഡിൽസ് പോലെ നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്യൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് അതുപോലെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗം മാത്രം തൊലി കളഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ പീല് ചെയ്യുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ട് വേണം ഈ ക്യാരറ്റ് അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് കത്തി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പീലാക്കിയിട്ട് ഇങ്ങനെ പീലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക നല്ല കട്ടിയിൽ. അപ്പം എത്രത്തോളം നമ്മൾ കൂടുതൽ എടുക്കുന്നു അത്രത്തോളം ഭയങ്കര എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഫസ്റ്റത്തൊക്കെ ചെറിയ ചെറിയ ഇതായിരുന്നു, പിന്നെ കുറച്ച് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുത്ത ശേഷം കനം കുറച്ചിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, എന്നാൽ കഴിക്കാനൊന്നും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കട്ടിയിൽ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ അത് ക്യാരറ്റ് കഴിക്കുന്നതെന്ന് തോന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, നൂഡിൽസിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതേപോലെ തന്നെ ക്യാബേജ് ഇതുപോലെ ക്യാബേജിൻ്റെ തൊലി മാത്രം അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതും ആ ഒരു നൂഡിൽസിൻ്റെ ഒരു ഭയങ്കര കട്ടി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ഭയങ്കര ഒരു ഹാർഡ്നെസ് വരും. അപ്പോൾ ഇത് കട്ടി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. സാധാരണ നമ്മളെ മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പം ആ ഒരു ടേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ ക്യാരറ്റും ക്യാബേജും ഒരുപാട് കുക്ക് ചെയ്യും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്കിൻ്റെ ചിക്കൻ ഫില്ലിങ്. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. അതിലോട്ട് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്കാണ് ഞാൻ ഈ മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പം ഈ ഒരു ബ്രെഡിൻ്റെ ടെക്സ്ചർ ഒന്ന് കണ്ടു നോക്കും. ഭയങ്കര നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ഫീലുള്ളൊരു ടെക്സ്ചറായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ്നെസ് കിട്ടും നമ്മുടെ ഈ ഒരു ബ്രെഡിന്. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബട്ടറും ഈ മല്ലിയിലും കൂടിയുള്ള ഒരു മിക്സ് ഇതിലെല്ലാത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക സോഫ്റ്റ്നെസ് ആണ് കാണുമ്പോൾ തോന്നുന്നത് അല്ലേ. ഇനി നമുക്ക് മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു സോസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്നാക്ക് സെർവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം സോസ് വെച്ച് കൊടുത്തു, എന്നിട്ട് അതിനകത്ത് ഫില്ലിംഗ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും. അപ്പം നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് സെർവിങ് കാണുമ്പോഴല്ലേ ഒന്നുകൂടെ കഴിക്കാനൊരു തോന്നുക. എത്ര ടേസ്റ്റിലായിട്ടാണെങ്കിലും നമ്മൾ സെർവിങ് മോശമാണെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുക. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്നാക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളാവും, നല്ല രസമാവും, നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ. ആ ഒരു ബ്രെഡ് പ്രത്യേകം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ആ ഒരു ഫില്ലിങ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് മസാല ഒന്നും ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ രീതി കാണിച്ചല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റാണ്. പ്രത്യേകം ഞാൻ പറയാൻ കാരണം അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നോമ്പ് സമയങ്ങളൊക്കെ ഇങ്ങനെ ഒരു 1-2 കഴിച്ചാൽ മതി. ഫ്രൈ ചെയ്യാത്ത സ്നാക്ക് കൂടിയാണ്. നല്ല സോഫ്റ്റായിട്ടോ ഒരു ബ്രെഡ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഞാൻ ആ ഒരു ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് കറി കൂട്ടിയിട്ടും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടെ വലിയ സൈസിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്